ഉച്ചയ്ക്ക് ഊണിന് വേണ്ടിയിട്ട് നമുക്കിന്ന് പെട്ടെന്ന് രസം ഉണ്ടാക്കാട്ടോ. അതിന് വേണ്ടിയിട്ടുള്ളതാണ് കുരുമുളക്, പച്ചമല്ലി, ചെറിയ ജീരകം, വെളുത്തുള്ളി, ചെറിയ ഉള്ളി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. ആദ്യം തന്നെ പച്ചമല്ലിയും ചെറിയ ജീരകവും കുരുമുളകും കൂടെ പൊടിച്ചെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തതിൻ്റെ ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ഇതാ പുളിവെള്ളം പിഴിഞ്ഞിട്ട് അതിനകത്തേക്ക് 2 വലിയ തക്കാളിയും കൂടെ ഇങ്ങനെ കൈ വെച്ച് ഉടച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമ്മുടെ കടുകും പച്ചമുളകും വേപ്പിലയും കൂടെ പൊട്ടി വരുമ്പോൾ നമ്മളിതാ ഈ ഒരു പുളിവെള്ളം തക്കാളി ഉടച്ച് പിഴിഞ്ഞതും കൂടെ അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ട് ഒരു നുള്ളു മഞ്ഞപ്പൊടി, ഒരു നുള്ളു മുളക് പൊടി, പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ച് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കണതില്ലേ അതും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് കായം കൂടെ ഇട്ട് കൊടുക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. പിന്നെ മല്ലിച്ചപ്പും കൂടെ വേണ്ടോളം ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി രസം റെഡി ആയി കഴിഞ്ഞു. പിന്നെ ഇതാ നമ്മുടെ ചോറും രസവും ചൂര വറുത്തതും മാങ്ങച്ചാറും പപ്പടും ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ്. അപ്പം എല്ലാം കൂടെ ഒരു പ്ലേറ്റിൽ എടുത്തിട്ട് ഒരു പിടി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഈ രസം ഒരുപാട് ഒഴിക്കണം കേട്ടോ. രസം, മുളകുറത്ത പുള്ളി, ഇങ്ങനത്തെ കറികളൊക്കെ ചോറിൽ കുറേ കൂടുതൽ ഒഴിച്ചിട്ട് വേണം എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് രസം ഒഴിച്ചു, 2 കഷ്ണം മീനും എടുത്തു, മാങ്ങച്ചാർ ഒരു പപ്പടം കൂടെ എടുത്തിട്ടാണ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോണത്. സൂപ്പർ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.